പാപങ്ങള്, വഞ്ചിക്കപ്പെട്ടവര്, ചതിക്കപ്പെട്ടവര്, നാളെ മഹ്ശറിൽ റബ്ബനാ ആതിൽ ദൈഫൈനി മിനൽ അദാബ് എന്ന് തൊണ്ട പൊട്ടി കരയുന്നവർ, അവരോടാ ഞാൻ പറയുന്നത്. ഇവൻ എന്താ പറഞ്ഞത്? മോനെ, ആ രണ്ടാമത്തെ ക്ലിപ്പ് ഒന്നുകൂടിട്ടെ. വഫാത്തായ നബിയെ വിളിക്കണം എന്ന് പഠിപ്പിക്കാൻ തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയത്. വഫാത്തായ നബിയെ വിളിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്ന് പഠിപ്പിക്കുന്ന വഹാബികളുടെ ശിർക്കാരോപണത്തെ പ്രതിരോധിക്കാൻ ആ സമസ്ത ഉണ്ടാക്കിയത്. രണ്ട് കാര്യങ്ങൾ അവൻ പറയുന്നത്. മരണപ്പെട്ട നബിയെ വിളിക്കൽ ശിർക്കാണ് എന്ന് പഠിപ്പിക്കലാണ് ആരുടെ ലക്ഷ്യം? മാഷാ അല്ലാഹ്, മുജാഹിദുകളുടെ ലക്ഷ്യം എന്ന് ആരാ പറയുന്നത്? ലോകത്തെ ഏറ്റവും നീച നാവിന്റെ ഉടമ. അയാളെ നാവുകൊണ്ട് ഒരു സത്യം വിളിച്ചു പറയാണ്. മുജാഹിദുകൾ ഉണ്ടായത് തൗഹീദ് പഠിപ്പിക്കാനാണ്, മരണപ്പെട്ടവരെ വിളിക്കരുത് എന്ന് പറയാനാണ്. മാഷാ അല്ലാഹ്. സമസ്ത ഉണ്ടായതോ ജീവിച്ചിരിക്കുന്ന റബ്ബിനെ വിളിക്കാനല്ല, മരിച്ചുപോയവരെ വിളിക്കാനാണ്. ശരിക്കും ചിന്തിച്ചോളൂ. അബൂബക്കർ സിദ്ദീഖ് കാന്തപുരം അബൂബക്കർ അല്ല, അതിന്റെ നാട്ടുകാരനാ. എനിക്ക് നല്ലോണം അറിയുന്ന ആളാ, എന്റെ അയൽവാസിയാ. മകൻ അബ്ദുൽ ഹക്കീമും അവരെന്റെ നാട്ടുകാരാ. ഇങ്ങനെ എന്റെ വീടിന്റെ അടുത്ത് നിന്ന് നടന്നാൽ 25 മിനിറ്റ് കൊണ്ട് എത്തുന്ന സ്ഥലം, വണ്ടി കൊണ്ട് പോയാൽ 8 മിനിറ്റ് കൊണ്ട് എത്തുന്ന സ്ഥലം. സഹോദര, ആലോചിക്കാൻ പറയുന്നത്, അബൂബക്കർ സിദ്ദീഖ് സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെ കടന്നു പോകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇതുപോലെ എഴുന്നേറ്റ് നിന്നൊരു പ്രസംഗം ചെയ്തു. ആ പ്രസംഗമാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം. ഇത് പ്രസംഗിക്കുന്ന അബൂബക്കർ സിദ്ദീഖാണ്. ആരെ ഇരുത്തിക്കൊണ്ട്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറയാണ്, സിറ്റ് ഡൗൺ ഉമർ, ഇജ്ലിസ് യാ ഉമർ. ഉമർ ഇബ്നുൽ ഖത്താബ് ചെറിയൊരു സമസ്തയുടെ വാദം കുറഞ്ഞ പീരീഡ്, കുറഞ്ഞ സമയം ഹൃദയത്തെ കൊണ്ടിടുന്നു. കുറഞ്ഞ സമയം സമസ്തയുടെ വിശ്വാസം, അതാർക്ക് എപ്പോഴും കയറാം. സമസ്തയുടെ വിശ്വാസം ഉമർ ഇബ്നുൽ ഖത്താബിന് എന്താ? ഒന്ന് റസൂല് മരിക്കാൻ പാടില്ല. അതിന് അദ്ദേഹം ആയത്ത് ഉദ്ധരിച്ചു. ഒരായത്ത് അദ്ദേഹം ദുർവ്യാഖ്യാനിക്കുക ചെയ്ത്, അദ്ദേഹത്തിന് തെറ്റുപറ്റി, അദ്ദേഹം തിരുത്തി പടച്ചവനോട് പൊറുക്കലിനെ തേടി. ഏതായിരുന്നു അത്? ദുർവ്യാഖ്യാനിച്ചതല്ലേ, തെറ്റിദ്ധരിച്ചതാണ്. അതെ, ആ പദാണ് ഏറ്റവും സൂട്ടബിൾ. തെറ്റിദ്ധരിച്ചു. ഇന്നലെ ആയത്ത് എന്താ പറഞ്ഞ്? വരാനിരിക്കുന്ന സമൂഹത്തിലും ഈ നബി നബിയാണ്, പിന്നെ എങ്ങനെ ഈ നബി മരിക്കുക? അതുകൊണ്ട് മൂസാ നബി തൗറാത്തിന്റെ ഏട് വാങ്ങാൻ പോയ പോലെ പോയതാണ് റസൂല്. നബി മരിച്ചു എന്ന് പറഞ്ഞാൽ ഓനെ ഞാൻ ശരിയാക്കും, വാളുകൊണ്ട് വെട്ടും എന്നൊക്കെ പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എണീറ്റിട്ട് ഒരു പ്രസംഗാണ്, വല്ലാത്തൊരു വഹാബി പ്രസംഗം, പത്തരമാറ്റ് വഹാബി. അതാണ് അബൂബക്കർ സിദ്ദീഖ്. എന്നാൽ അല്ലാഹു പറയാണ്, അവ്വഹാബിനെ മതി സ്വർഗത്തിന്റെ 8 വാതിൽ നിന്ന്. 13-ാം അധ്യായം 22-26. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റി പറയുന്നത് അറിയോ? മലക്കുകള് യദ്ഖുലൂന അലൈഹാ മിൻ കുല്ലി ബാബ്, സ്വർഗത്തിന്റെ 8 വാതിലിൽ നിന്നുകൊണ്ട് വിളിക്കും. അതിലൊരാളാണ് അത്രേ ഔലിയാക്കളുടെ നേതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം എന്താ പ്രസംഗിച്ച്? ഇവിടെ വഹാബികളെ വിമർശിച്ചുകൊണ്ട് പ്രസംഗിച്ച വിദ്വാൻ, ആ വിദ്വാന് ഇവിടെ വന്നിട്ട് എന്താ പറഞ്ഞത്? വഫാത്തായ നബിയെ വിളിക്കാം. എന്നാ അബൂബക്കർ സിദ്ദീഖ് ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറയുന്നത് അറിയോ? നീ എങ്ങാനും വിളിച്ചു ദുആ ചെയ്യാൻ നബിയാണ് വിചാരിച്ചതെങ്കിൽ മരണപ്പെട്ടിരിക്കുന്നു. നോക്കണേ, അബൂബക്കർ സിദ്ദീഖ് പറയാൻ, ആരെങ്കിലും മുഹമ്മദ് നബിയാണ് ആരാധിക്കുന്നതെങ്കിൽ അത് മാത്ത മരിച്ചിരിക്കുന്നു. ഞങ്ങളെ പോയിന്റ് അതാ. ഞങ്ങളെ പോയിന്റ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പ്രസംഗ. രണ്ടാമത്തേതോ, ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ, വിളിച്ചു പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ഹയ്യുൽ ലാ യമൂത്ത്, ഹയ്യുൽ ലാ യമൂത്ത്, ഹയ്യുൽ ലാ യമൂത്ത്. മനസ്സിലായിക്കോളെ, അല്ലാഹ്ക്ക് മരണമില്ല. മുജാഹിദുകളുടെ പ്രത്യേകത എന്താ? ഒരിക്കലും മരിക്കാത്ത റബ്ബിനെ വിളിക്കാൻ തൗഫീഖ് കിട്ടിയവർ, മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്നവരെ വിളിക്കുന്ന നീചത്വം മാനവരാശിയുടെ ഏറ്റവും വലിയ നന്ദികേട്. അതാണ് അത്രേ സമസ്ത. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ സമസ്ത എന്താന്നും മുജാഹിദ് എന്താന്നും? എന്റെ ചോദ്യം, മരിച്ചവരെ വിളിക്കാമെന്നാണെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് എന്താ പ്രസംഗിക്കണ്ടേ? ഈ ജാഹില് പ്രസംഗിച്ചോണ പ്രസംഗിക്കണ്ടേ? അല്ലേ? ശരിക്കല്ലേ? നിങ്ങൾ ബേജാറാണ്ട. നബി മരിച്ചോട്ടെ, മരിച്ച നബീനെ വിളിക്കാനാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നതെന്നല്ലേ? അങ്ങനെ ഒരു വാചകം അബൂബക്കർ സിദ്ദീഖ് പ്രസംഗിച്ചോ? എന്തുകൊണ്ട് പ്രസംഗിച്ചില്ല? എന്തുകൊണ്ട് പ്രസംഗിച്ചില്ല? ശരി, വഫാത്തായ നബിയെ വിളിക്കാനാണ് സമസ്ത എന്ന് പറഞ്ഞല്ലോ, സന്തോഷം. കാരണം നിങ്ങളത് പറയണം, നാളെ നിങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാൻ പറ്റൂ. ശരി, നബി മരിച്ചിട്ട് 2 കൊല്ലവും 3 മാസവും 10 ദിവസവും അബൂബക്കർ സിദ്ദീഖ് ജീവിച്ചില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവര് വിളിച്ച് കുട്ടികളെ തരണേ എന്ന് പറഞ്ഞോ? രോഗം മാറ്റണേ എന്ന് പറഞ്ഞോ അബൂബക്കർ സിദ്ദീഖ്?
ജീവിതത്തിൽ എപ്പോഴെങ്കിലും വഫാത്താകുന്നതിന് മുമ്പ് മരിച്ചുപോയ നബിയെ വിളിച്ചോ? അങ്ങനെ വിളിക്കുന്നത് ശിർക്കല്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് 2 കൊല്ലവും 3 മാസവും 10 ദിവസവും പഠിപ്പിച്ചോ? ചോദ്യാണ്. 10 കൊല്ലം ഖിലാഫത്തുർ റാഷിദയുടെ മാനവ ചരിത്രത്തിലെ നീതിയുടെ കാവലാളായ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഭരിക്കേണ്ടത് ഉമറിനെ പോലെയുള്ള ആളുകളാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ആ ഗാന്ധിജി പറഞ്ഞ ആ ഉമർ ബിൻ ഖത്താബ് 10 കൊല്ലം ജീവിച്ചിട്ട് വഫാത്തായ നബിയെ വിളിച്ചോ? അങ്ങനെ വിളിക്കാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞോ? അങ്ങനെ വിളിച്ചാൽ ശിർക്കാവൂല എന്ന് പറഞ്ഞോ? അങ്ങനെ പറയൽ വഹാബിസമാണെന്ന് പറഞ്ഞോ? ചിന്തിക്ക്. രണ്ടാമത്തേത് 12 കൊല്ലം ഒരു വ്യാഴവട്ടക്കാലം, നീലക്കുറിഞ്ഞു പൂക്കുന്ന കാലം, നബിയുടെ 2 മക്കളെ കല്യാണം കഴിച്ച് വളരെ പ്രത്യേകമായ പേര് വിളിക്കപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ 12 കൊല്ലം, ഉമർ ബിൻ ഖത്താബിന്റെ 10 കൊല്ലം, 2.5 വർഷം അബൂബക്കറിന്റെ 12.5, വീണ്ടും 12.5, 24 വർഷം ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലം വരെ വഫാത്തായ നബിയെ വിളിച്ചോ?